നിങ്ങളുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് 100 പേജിൽ ഒരു പുസ്തകം ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹിസ്റ്ററിയിൽ. ആൻഡ് ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് ബുക്ക്. ഈ 100 വർഷത്തിൽ സമസ്തയുടെ അൾട്ടിമേറ്റ് പുസ്തകമാണ്. ഓരോ ചാപ്റ്റർ എഴുതുമ്പോഴും നമ്മൾ സമസ്തയുടെ ഭാരവാഹികളെ കാണിക്കുന്നു. അവർ കൂലങ്കഷമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ശരിക്കും വായിച്ചിട്ട് അതിൻ്റെ കറക്ഷൻസ് തരും. ഒരു ബ്ലാക്ക് മാർക്കോ ഒരു ബ്ലാക്ക് സ്പോട്ടോ ഇതൊരിക്കലും സമസ്തയ്ക്ക് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ആ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ഈ ബുക്ക് ചെയ്യാനായിട്ടൊരു അപ്രൂവൽ കിട്ടിയത്. സമസ്തയുടെ ചരിത്രത്തിലേക്ക് ഒരു പുതിയ ചരിത്രം കൂടി തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഇംഗ്ലീഷ് ചരിത്രം സമസ്തയുടേതായി രേഖപ്പെടുത്തി. അതിൻ്റെ പ്രകാശനം ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അധികൃതർ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. സർ, സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. സമസ്തയുടെ ഒരു ചരിത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്തുകൊണ്ട് എഴുതണം എന്ന് സ്വാഭാവികമായിട്ട് ഒരാൾ സംശയിച്ചാൽ എന്താണ് അതിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് സമസ്തയുടെ ഒരു ചരിത്രം രേഖപ്പെടുത്താനുള്ള ഒരു കാരണം എന്താ? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോഫി ടേബിൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി അവിടെ പോയി സംസാരിച്ചപ്പോൾ അവർ ആദ്യം ഓക്കെ പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും നമ്മളൊരു കോഫി ടേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട്. ആ ബോർഡിൽ വെച്ച് നമ്മൾ അപ്രൂവൽ എടുക്കും. പക്ഷേ ഈ സമസ്തയുടെ പുസ്തകം വന്നപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഒരു 11 മണിയായപ്പോൾ ബോർഡിൽ വെച്ചിട്ട് എനിക്ക് 1:30 മണിയായപ്പോൾ എനിക്ക് അപ്രൂവൽ കിട്ടി. അപ്പോൾ ജഫിക്കോയ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് മാർക്കോ ഒരു ബ്ലാക്ക് സ്പോട്ടോ ഇതൊരിക്കലും സമസ്തയ്ക്ക് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ആ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ഈ ബുക്ക് ചെയ്യാനായിട്ടൊരു അപ്രൂവൽ കിട്ടിയത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രയോജനം. പിന്നെ ഞാൻ കൂടുതൽ സന്തുഷ്ടനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ 16 തരം പുസ്തകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ചുക്കം പിടിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷേ ഈ സമസ്ത ചെയ്യുമ്പോഴുള്ള ഒരു ചലഞ്ചസ് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ തന്നെ പലരും നമ്മളോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് സമസ്ത, എന്തുകൊണ്ട് വേറെയില്ല? പക്ഷേ അതിനുള്ള ഉത്തരം ഞങ്ങൾക്കുണ്ട്, ആ പുസ്തകത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സമസ്ത തിരഞ്ഞെടുത്തത്, മറ്റുള്ള പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് കിട്ടുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് വൈകുന്നേരം. അതുകൊണ്ടാണ് സമസ്ത സെലക്ട് ചെയ്തത്. ബിക്കോസ് ഇറ്റ്സ് എ ക്ലീൻ ഇമേജ്. സമസ്തയ്ക്ക് ഒരു കറുത്ത സ്പോട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമസ്തയുടെ ഇതൊരു റിസർച്ചാണ്. ഈ റിസർച്ചിന്റെ ഒരു വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ അത്തരത്തിൽ സ്പെസിഫൈ ചെയ്ത് 2 വശം പോസിറ്റീവും നെഗറ്റീവും പറയാൻ പറ്റും. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഒരു കോഫി ടേബിൾ ചെയ്യുമ്പോൾ ഒരു 192-200 പേജിൽ കവിഞ്ഞ് ഞങ്ങൾ ചെയ്യാറില്ല. ഒരു കോഫി ടേബിൾ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ്. അപ്പോൾ പ്രശാന്ത് ഇത് ചെയ്തു തുടങ്ങിയ മുതൽ കൊണ്ട് ഓരോ ആഴ്ചയും എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയും അദ്ദേഹം 40 പേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനം പ്രശാന്തിനോട് പ്രശാന്ത് നമുക്കൊരു കൺട്രോൾ ഉണ്ട്, ഒരു 192 പേജ് എന്നുള്ളത്. അപ്പോൾ പ്രശാന്ത് ഒരു എന്നോട് പറഞ്ഞു, സർ അങ്ങനെ ഒരു 200 പേജിൽ നിർത്തുവാണെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട. കാരണം ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു 100 പേജും കൂടി എക്സ്ട്രാ വേണ്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് 100 പേജിൽ ഒരു പുസ്തകം ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹിസ്റ്ററിയിൽ. കാരണം അത്രത്തോളം ചരിത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ഹാഫ് കുക്ക്ഡ് ബുക്കായി മാറിയാണ്, പാതിയിൽ നിർത്തുന്ന ഒരു പുസ്തകമായിട്ട് മാറും. പ്രശാന്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ചെയ്യുവാണെങ്കിൽ എനിക്ക് 300 പേജ് വേണം, ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോയത്. ആദ്യമായിട്ടാണ് 300 പേജ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് എന്തൊക്കെ മാനദണ്ഡങ്ങളായിരുന്നു സമസ്ത മുന്നോട്ട് വെച്ചോ? നിങ്ങളുടെ ലിമിറ്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ സമസ്ത മുന്നോട്ട് വെച്ച ഈ പുസ്തകം? പൊതുവേ നമ്മളൊരു പുസ്തകം ചെയ്യുമ്പോൾ 4-5 മാസമാണ് നമ്മൾ ഇന്റേണലായിട്ട് ഒരു ടാർഗറ്റ് വെക്കുക. പക്ഷേ ഇത് 1.5 വർഷത്തോളം എടുത്തു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റർ എഴുതുമ്പോഴും നമ്മൾ സമസ്തയുടെ ഭാരവാഹികളെ കാണിക്കുന്നു. അവർ കൂലങ്കഷമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ശരിക്കും വായിച്ചിട്ട് അതിൻ്റെ കറക്ഷൻസ് തരും. അതുകൊണ്ട് മാത്രമാണ് 1.5 വർഷം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം ക്രീമാണ്. ആർക്കും ഒരു തെറ്റും അതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊതുവെ ഒരു കോഫി ടേബിളിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, നമ്മൾക്ക് കുറേ കണ്ടന്റ് തരും, നമ്മളത് എഴുതുന്നു, നമ്മൾ അവർ കൊടുക്കുന്നു. പക്ഷേ ഇതങ്ങനെയല്ല ഉണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററും, അതായത് പ്രശാന്ത് എനിക്ക് തോന്നുന്നു ഒരു 10-40 പ്രാവശ്യമെങ്കിലും എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്, ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മത്തോടുകൂടെ, അത്രത്തോളം ഇതായിട്ട് അവർ അത്ര ഇൻഡെപ്തായിട്ട് സംസ്ഥയുടെ ഭാരവാഹികൾ ഇതിൽ പോയിട്ടുണ്ട്. കാരണം അവർക്കൊരു ആഗ്രഹമുണ്ട് ഇത് പെർഫെക്ഷൻ ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് ബുക്ക്. ഈ 100 വർഷത്തിൽ സംസ്ഥയുടെ അൾട്ടിമേറ്റ് പുസ്തകമാണ് ഇത്. സമസ്ത അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, പ്രശാന്ത് പറഞ്ഞ പോലെ സമസ്തക്കാർക്കോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമല്ല. ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. ആ പുസ്തകത്തിൽ ശരിക്കും ഒരു ഗൈഡാണ്, ഒരു ഡോക്യുമെൻറ്റേഷനാണ്, ഒരു ഫ്യൂച്ചർ ജനറേഷൻ എന്തായിരുന്നു സമസ്ത. ഒരു 2 ജനറേഷൻ കഴിഞ്ഞാൽ ഈ പുസ്തകം അത്രയും വാല്യുബിൾ ആയിരിക്കും. അത്രത്തോളം കണ്ടന്റ് അതിനകത്ത് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സമസ്തയുടെ ഒരു ചരിത്രം ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പം മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എത്രമാത്രം ഈ പുസ്തകം അതിനെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും അത് രണ്ടൊരു കോ പ്രൊമോഷനാണ്. ഞങ്ങളുടെ ബ്രാൻഡും ഉണ്ട്, സമസ്തയുണ്ട്. ആ പുസ്തകം നമുക്ക് ധൈര്യമായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു പബ്ലിക്
ലൈബ്രറിയിൽ ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാം എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളിത് എല്ലാ ലൈബ്രറീസിലും എത്തിക്കും. ഞങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ഓഫീസുകളുണ്ട്. എല്ലാ ലൈബ്രറിയിലെത്തും. ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന ചീഫായിട്ട് വരുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. ആക്ച്വലി അതൊരു സമസ്തയെന്ന് മാത്രമല്ല, അതൊരു ഗൈഡാണ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഏതായാലും സംസ്ഥയുടെ 100ാം വാർഷികത്തിന് നിങ്ങൾ തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ആ 100ാം വാർഷികത്തിന് ഇനി എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും നമുക്ക്. ഞാനിപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ ഫോമിൻ്റെ ഒരു വർക്കിലാണ്. ഈ ബുക്ക് തന്നെ ഒരു ഡിജിറ്റൽ ഫോമിലാക്കണം എന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. മേ ബി ഒരു 10-15 ദിവസം കൊണ്ട് ഡിജിറ്റൽ ഫോം ആവും. കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പോൾ ആൾക്കാരും പുസ്തകം തുറന്ന് വായിക്കുന്നില്ല. അപ്പോൾ ഒരു ഡിജിറ്റൽ ഫോമിലൂടെ ഞങ്ങളുടെ വക സംസ്ഥയ്ക്ക് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ദിവസം കൊണ്ട് അതും കൂടി റെഡിയാവും. ഏതായിരുന്നാലും പ്രേക്ഷകരും അതുപോലെ വായനക്കാർ അത് വായിച്ച് തന്നെ സംസ്ഥയെ വിലയിരുത്തട്ടെ, മനസ്സിലാക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.